നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്. മഴക്കെടുതികൾ അതിരൂക്ഷമാവുകയാണ്. പലയിടത്തും പല രീതിയിലുള്ള സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോഴിക്കോട് സംഭവിച്ചത് അത്യന്തം നടുക്കുന്ന ഒരു സംഭവമാണ്. ശക്തമായ മഴയിൽ കിണർ താഴ്ന്നുപോയി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ വടിശ്ശേരി ബാലകൃഷ്ണന്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നിർമ്മിച്ച കിണറാണ് ഇത്തരത്തിൽ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നത്. അപകടമുണ്ടായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു. വലിയ ശബ്ദം വീട്ടുമുറ്റത്ത് കേൾക്കുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തി. അപ്പോഴാണ് കിണർ അപ്രത്യക്ഷമായത് ഇവർ കാണുന്നത്. ഇരവഴിഞ്ഞിപ്പുഴ ഒഴുകുന്നത് കിണറിന്റെ ഏകദേശം 500 മീറ്റർ അരികിലൂടെയാണ്. പ്രദേശത്ത് ശക്തമായ മഴ ഉണ്ടായിരുന്നു. കിണറിന്റെ പരിസരങ്ങളിൽ അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു. എന്നാൽ കിണർ ഇടിയുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നാണ് വീട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നത്. 20 കോൽ താഴ്ചയുള്ള കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. ഇതിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ നശിച്ചു. വീട് ഉൾപ്പെടുന്ന സൗത്ത് കാരശ്ശേരി 15-ാം വാർഡ് മെമ്പർ റുഗിയ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. വില്ലേജ് ഓഫീസ് അധികൃതർ നാളെ എത്താമെന്ന് അറിയിച്ചതായി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം കനത്ത മഴയിൽ സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴക്കെടുതി രൂക്ഷമാവുകയാണ്. ഓരോരോ ജില്ലകളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വയനാട് ജില്ലയിലുണ്ടായ ഒരു സംഭവം. പൊൻകുഴി ഭാഗത്ത് ദേശീയപാത 766 വെള്ളക്കെട്ട്. അത് കാരണം മുത്തങ്ങ വനമേഖലയിൽ ചിലർ കുടുങ്ങി. എന്തായാലും കുടുങ്ങിയവരെയൊക്കെ പുറത്തെത്തിച്ചിട്ടുണ്ട്. വനമേഖലയിൽ കുടുങ്ങിയ 500ഓളം പേരെയാണ് രക്ഷപ്പെടുത്തിയത്. കനത്ത മഴയ്ക്കിടെയായിരുന്നു ഈ സംഭവ വികാസം ഉണ്ടായത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും രക്ഷാ ദൗത്യമായിരുന്നു വിജയകരമായത്. എന്തായാലും 500 ജീവനുകളാണ് രക്ഷിച്ചെടുത്തിരിക്കുന്നത്. KSRTC ബസ്സുകൾ, ലോറികൾ, കാറുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളിലായി 500ഓളം പേരാണ് വനമേഖലയിൽ ഉണ്ടായിരുന്നത്. വയനാട് രാത്രി മഴയുണ്ടായിരുന്നു. പക്ഷേ രാവിലെയോടെ വയനാട് മഴ ശമനമുണ്ട്. മാത്രമല്ല 682 കുടുംബങ്ങളിൽ നിന്നായി 2281 പേർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി നോക്കാം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖല മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങൾ, ഇവിടങ്ങളെല്ലാം മഴക്കെടുതികൾ അതിരൂക്ഷമാവുകയാണ്. കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. ഈ ഒരു ഘട്ടത്തിൽ അധിക ജലം തുറന്നു വിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കുറ്റ്യാടിപ്പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല ചാലിയാർ, ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, പൂനൂർ പുഴ ഇവിടങ്ങളെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നിരിക്കുകയാണ്. ഇന്നലെയുണ്ടായ മഴയിൽ വെള്ളം കയറിയും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും 21 വീടുകൾ പകുതിയിലധികവും തകർന്നു എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി. പക്ഷേ ഈ ഗതാഗത തടസ്സം ചിലയിടങ്ങളിൽ പുനഃസ്ഥാപിച്ചു, ചിലയിടങ്ങളിൽ ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല മാവൂർ കൂളിമാട് ചേന്ദമംഗലൂർ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല. ഇരവഞ്ഞിപ്പുഴ കര കവിഞ്ഞാണ് ഇവിടെ വെള്ളം കയറിയത്. ഇവിടെ ഗതാഗതം ഇതുവരെയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഇതുവഴിയുള്ള ഗതാഗതം നാട്ടുകാർ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നു. മാവൂരിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയ സ്ഥിതിയാണ്. തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്, ചിലയിടങ്ങളിൽ മഴയില്ല, തെളിഞ്ഞ അന്തരീക്ഷമുണ്ട്. എന്തായാലും സ്ഥിതിഗതികളൊക്കെ ഇങ്ങനെയാണ്. മഴക്കെടുതികൾ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജാഗ്രത എടുക്കേണ്ടുന്ന മുൻകരുതലുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.